അടുത്ത തൃശ്ശൂരിൽ നിന്നുള്ള വാർത്തയാണ്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. ഇതിനകം തന്നെ സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. 4 മണ്ഡലങ്ങളിലാണ് സുരേഷ് ഗോപിയുടെ പര്യടനം. പക്ഷേ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും നേരത്തെ തന്നെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് സുവി വിശ്വനാഥൻ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സുവി, ന്യൂസ് ഡെസ്കിൽ നിന്നാണ് സുവി ചേരുന്നത്. സുവി, നേരത്തെ ടി എൻ പ്രതാപന് വേണ്ടി ചില ചുവരെഴുത്തുകൾ നടന്നിരുന്നു. പിന്നീട് അത് മായ്ക്കുന്നത് കണ്ടിരുന്നു. പിന്നെ VS സുനിൽകുമാറിന് വേണ്ടി ഒരു ഫേസ്ബുക്കിൽ പ്രചാരണം തുടങ്ങിയിരുന്നു. അത് പിന്നീട് പാർട്ടി തന്നെ ഇടപെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് യാതൊരു സങ്കോചവും ഇല്ലല്ലോ. അദ്ദേഹം എന്തായാലും മുന്നോട്ട് തന്നെ പോവുകയാണ്. അദ്ദേഹമാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലും സംശയമില്ല. എന്താണ് ഇപ്പോൾ പ്രചാരണത്തിന്റെ ഒരു രീതി? മഞ്ജുഷ്, കോൺഗ്രസും ഒപ്പം തന്നെ BJPയും തൃശൂരിൽ നിന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രിയും അതിനുശേഷം മല്ലികാർജുൻ ഖാർഗെയും എത്തുകയും വലിയ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സുരേഷ് ഗോപി പ്രചാരണ രംഗത്ത് സജീവമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ താൻ പ്രചാരണം തുടങ്ങുന്നില്ല എന്നാണ് അദ്ദേഹം ഔദ്യോഗികമായി പറയുന്നത് എങ്കിൽ കൂടിയും BJP വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി ഇപ്പോൾ പ്രചാരണം തുടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൂത്ത് തല പ്രചാരണത്തിനാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. 4 മണ്ഡലങ്ങളിലൂടെയാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രചാരണം നടക്കുന്നത്. ഇരിങ്ങാലക്കുട, നാട്ടിക, പുതുക്കാട്, ഒല്ലൂർ, ഈ 4 മണ്ഡലങ്ങളിലൂടെയാണ് അദ്ദേഹം ഇന്ന് പ്രചാരണം നടത്തുക. ഒപ്പം കേന്ദ്ര പദ്ധതി പ്രദേശങ്ങൾ, കേന്ദ്രം പദ്ധതി നടപ്പാക്കിയ പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഈ റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ സുരേഷ് ഗോപി സന്ദർശിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും മാധ്യമപ്രവർത്തകരെ കാണുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം എന്ന് പറയുന്നത്, ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, താൻ 2 വർഷമായി ബൂത്ത് തല പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്, അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനുൾപ്പെടെ നരേന്ദ്രമോദി വന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം A+ മണ്ഡലമായിട്ടാണ് സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂരിനെ BJP കാണുന്നത്. ഇത്തവണ സുരേഷ് ഗോപിയുടെ ഒരു വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ BJP പ്രതീക്ഷിക്കുന്നില്ല. സുരേഷ് ഗോപി പ്രചാരണം ഊർജിതമാക്കി കഴിഞ്ഞു. ഫെബ്രുവരി 6, അതായത് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതായത് ബൂത്ത് തല പ്രചാരണം തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നതാണ് BJP. അത് പ്രകാരം തന്നെ സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിനാണ് ഇപ്പോൾ തൃശ്ശൂരിൽ തുടക്കമായിരിക്കുന്നത്.